ഹലോ 10 PSC questions in 10 minutesലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 7 ആണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏതാണ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നറിയാമോ? വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓർ ഡെമോൺസ്ട്രേറ്റർ ഇലക്ട്രോണിക്സിന്റെ ജൂൺ 12-ാം തീയതി 2023 നടന്ന പരീക്ഷയാണിത് കേട്ടോ. ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദി ഹെക്സാഡെസിമൽ ഇക്വലന്റ് ഓഫ് ദി ബൈനറി നമ്പർ 10100101011111. ഓക്കെ, അപ്പൊ ഇതിന്റെ ഹെക്സാഡെസിമൽ ഇക്വലന്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഹെക്സാഡെസിമൽ ഇക്വലന്റ് എങ്ങനെയാ കണ്ടുപിടിക്കുക? നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങാം. ഇവിടെ നിന്ന് 4 എണ്ണം ഒരുമിപ്പിച്ചു, ഇവിടെ വീണ്ടും ഒരു 4 എണ്ണം ഗ്രൂപ്പ് ചെയ്തു, ഇവിടെ ഒരു 4 എണ്ണം ഗ്രൂപ്പ് ചെയ്തു, ഇവിടെ 2 എണ്ണം ഗ്രൂപ്പ് ചെയ്യാനുള്ള കുഴപ്പമില്ല, ഒരു 2 0 കൂടി ഇട്ട് കൊടുത്താൽ 4 ആയില്ലേ? അപ്പൊ അങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് വന്നു. ഇതിനെ എഫ് എന്ന് വിളിക്കാം, ഇതിനെ എ എന്ന് വിളിക്കാം, അല്ലേ? 1111 എഫ് ആണ്, 1010 10 എന്ന് പറഞ്ഞാൽ എ എഫ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഒരു ഉത്തരം കിട്ടി. 29 AF കണ്ടോ, 29 AF തന്നെയാണ്, 29 AF തന്നെയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഹെക്സാഡെസിമൽ ഇക്വലന്റ് ഓഫ് ദി ബൈനറി നമ്പർ എത്രയാണ്? 29 AF. എത്ര നേരം എടുത്തു? വളരെ ചെറിയൊരു സമയം എടുത്തുള്ളൂ അല്ലേ ഇത് കണ്ടുപിടിക്കാൻ. അപ്പൊ ഇതുപോലെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് അയ്യോ എന്ന് വിചാരിച്ചിരിക്കണ്ട. ഈ 10100 ഒക്കെ കാണുമ്പോൾ അങ്ങ് ഞെട്ടണ്ട. പെട്ടെന്ന് നമുക്കിതൊന്ന് ബുദ്ധിക്ക് പോയാൽ മതി. ഓക്കെ, ബുദ്ധി അങ്ങ് തെളിഞ്ഞിരുന്നാൽ മതി. ആ സമയത്ത് നമ്മൾ അങ്ങനെ ഷാർപ്പായി ഇരുന്നാൽ മാത്രം മതി. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് കോഡ് ഇസ് യൂസ്ഡ് ഫോർ ലേബലിംഗ് ദ സെൽസ് ഓഫ് എ കെ-മാപ്പ്? കെ-മാപ്പിന്റെ സെൽസിന് ഉപയോഗിക്കുന്ന ഏതാണ്? 8421 ബൈനറി കോഡാണോ? അല്ല. ഗ്രേ കോഡാണോ? അതെ, ഗ്രേ കോഡാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അല്ലേ? നമ്മളിപ്പോ കെ-മാപ്പ് എഴുതുമ്പോൾ 0001 അത് കഴിഞ്ഞിട്ട് 10 അല്ല 1110 ആണ് നമ്മൾ എഴുതാറുള്ളത് അല്ലേ? അതെന്തുകൊണ്ടാണ്? ഇത് ഗ്രേ കോഡാണ്. ഗ്രേ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, കോഡുകൾ തമ്മിലുള്ള ഹാമിംഗ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത് ഈ 00യും 01 തമ്മിൽ എന്താണ് ഡിസ്റ്റൻസ്? അതായത് ഇത് സെയിം ആണ്, 00 തന്നെയാണ്, 0 ഇവിടെ 1 ആണ്. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് വന്നു. ഡിസ്റ്റൻസ് എന്താണ്? 1 ആണ്. ഇനി അടുത്തത് 1 വരുമ്പോൾ ഈ 0 1 ആയി, അപ്പോൾ ഒരു ഡിസ്റ്റൻസ് വന്നു കേട്ടോ. 1 തന്നെയാണ്, ഒരു ഡിസ്റ്റൻസും ഇല്ല. അപ്പോൾ ഡിസ്റ്റൻസ് എപ്പോഴും 1 ആക്കി വെക്കുന്ന കോഡിനെയാണ് എന്ത് പറയുന്നത്? ഇനി 10 വരുമ്പോൾ 1ൽ നിന്ന് 1ലേക്ക് ഡിസ്റ്റൻസ് ഒന്നുമില്ല, 0 ആണ്. 1ൽ നിന്ന് 0ലേക്ക് ഡിസ്റ്റൻസ് 1 ആണ്. ഓക്കെ, അപ്പോൾ ഓരോ കോൺസിക്യൂട്ടീവ് കോഡുകൾ തമ്മിൽ ഡിസ്റ്റൻസ് 1 ആക്കി വെക്കുന്നതിനാണ് ഗ്രേ കോഡ് എന്ന് പറയുന്നത്. ആ കോഡാണ് കെ-മാപ്പിൽ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, the figure of merit of a logic family is often measured in the unit of, actually figure of merit പിക്കോ ജൂൾസിലാണ് കേട്ടോ മെഷർ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പറഞ്ഞുതരാം. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TPD ഇൻറ്റു PD ആവറേജ് ആണ്. TPD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പഗേഷൻ ഡിലേ ടൈം ആണ്. PD ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് പവർ ഡിസിപ്പേഷൻ ആണ്. ഇനി അതെന്ന് വെച്ചാൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നാനോ സെക്കൻഡ്സിലാണ് അല്ലേ? ICക്കൊക്കെ നാനോ സെക്കൻഡ്സിലാണ് നമ്മൾ പറയാറുള്ളത്. ഇനി ഡിസിപ്പേഷൻ ഓഫ് പവറോ അത് നമ്മൾ മില്ലി വാട്ടിലാണ് പറയാറുള്ളത്. അപ്പം നാനോ എന്ന് പറയുന്ന 10⁻⁻9ഉം മില്ലി എന്ന് പറയുന്ന 10⁻⁻3ഉം കൂടെ വരുമ്പോൾ 10⁻12 ആവും. അത് പീക്കോ എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ അത് പീക്കോ ജൂളാണ്. ഇനി മറ്റൊരു ചെറിയൊരു കാര്യം കൂടെ ഇവിടെ പറഞ്ഞുതരാം. TPD എന്ന് പറയുന്നുണ്ടല്ലോ, പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് TPHL. HL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഹൈയിൽ നിന്ന് ലോയിലേക്ക് പോകാനുള്ള സമയം. അത് നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് വലിയ പെട്ടെന്നുള്ള ട്രാൻസിഷൻ ആയിട്ടൊക്കെ തോന്നും, പക്ഷെ ശരിക്കും നല്ലോണം സമയം എടുക്കുന്നുണ്ടാവും. ഓക്കെ, ഹൈയിൽ നിന്ന് ലോയിലേക്ക് പോകാൻ. അതേപോലെ ലോയിൽ നിന്ന് ഹൈയിലേക്ക് പോകാനുള്ള സമയം അതൊക്കെ വ്യത്യാസമുണ്ട്. ഹൈയിൽ നിന്ന് ലോയിലേക്ക് പോകാനുള്ള സമയത്തിൻ്റെ പേര് TPHL എന്നാണ്. ഇതിൻ്റെ പേര് TPLH എന്നാണ്. ഓക്കെ, ലോയിൽ നിന്ന് ഹൈയിലേക്ക് പോകാനുള്ള സമയം. അപ്പോൾ അതിൻ്റെ ആവറേജിനെയാണ് എന്ത് പറയുന്നത്? പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. ഇനി പവർ ഡിസിപ്പേഷൻ എന്താണ്? ആവറേജ് പവർ ഡിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ICC ഇൻറ്റു VCC ആണ്. VCC പവർ സപ്ലൈ ആണെന്ന് നമുക്കറിയാം. ICC എന്ന് പറയുന്ന ആവറേജ് കളക്ടർ കറണ്ട് ആണ്. അതും ഈ പറഞ്ഞ പോലെ ICCH പ്ലസ് ICCL ഡിവൈഡഡ് ബൈ 2 ആണ്. അതായത് എന്താണ്? കളക്ടർ കറണ്ട് ഓഫ് ഹൈ കറണ്ട് ആൻഡ് ലോ കറണ്ട്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. അപ്പോൾ പീക്കോ ജൂൾ എങ്ങനെയാണ് വന്നതെന്നൊക്കെ മനസ്സിലായല്ലോ, മറക്കരുത്. അടുത്ത ചോദ്യം, the decimal equivalent of the octal number 6327.4051 is. നമുക്കപ്പോൾ ഇതിൻ്റെ എങ്ങനെ ഇത് കണ്ടുപിടിക്കുക നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഡെസിമൽ ഇക്വലൻ്റ് കണ്ടുപിടിക്കുക? നമുക്കറിയാം, ഇവിടെ 7നെ നമ്മൾ 8⁻0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 2നെ 8⁻1, 3നെ 8 സ്ക്വയർ, 6നെ 8 ക്യൂബ്, 4നെ 8⁻−1, 0നെ 8⁻−2, 5നെ 8⁻3, 1നെ 8⁻4.
ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഉത്തരം ഒന്ന് നോക്കി നോക്കാം. ഇതിൽ 3287 എന്ന് വരുന്നുണ്ട് ഹോൾ നമ്പർ പാർട്ട്. അപ്പോൾ ഇവിടെ 7 ആണ് യൂണിറ്റ്സ് പ്ലേസിൽ, ഇവിടെ 2 ആണ് യൂണിറ്റ്സ് പ്ലേസിൽ, ഇവിടെ 8, ഇവിടെ 7. ഓക്കെ, അപ്പം നമുക്ക് വെറുതെ ഇതിൻ്റെ യൂണിറ്റ്സ് പ്ലേസ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, യൂണിറ്റ്സ് പ്ലേസ് ഒന്ന് കണ്ടു നോക്കി, അത് 2 8 വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുമല്ലോ. 7 വരികയാണെങ്കിൽ ഇതിലോ ഇതിൽ നിന്നോ ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്കതൊന്ന് കണ്ടു നോക്കാം. അതെത്രയാണ് വരുന്നത്? നമുക്ക് അറിയാം 7 × 8⁻0 എന്ന് പറയുമ്പോൾ 7 × 1 7 എന്ന് വന്നു, പ്ലസ് 2 × 8⁻1 പറയുമ്പോൾ 2 × 8 16, 6 മാത്രം എഴുതാം, യൂണിറ്റ്സ് പ്ലേസ് മാത്രമാണ് കണ്ടുപിടിക്കുന്നത്. 3 × 8² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 8² 64 ആണ്. അപ്പോൾ 3 × 4 പറഞ്ഞാൽ 12, 2 മാത്രം എഴുതാം. അടുത്തത് 8³ പറഞ്ഞാൽ 512 ആണ്. അപ്പോൾ 6 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12, 2 ആണ്. 2 + 2 4, 4 + 6 10, 10 + 7 17. അപ്പോൾ 7 ആണ് ഉത്തരം. അതായത് യൂണിറ്റ്സ് പ്ലേസിൽ 7 ആണ്. അപ്പോൾ ഇതോ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ 0.4051ൻ്റെ ഡെസിമൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് 51000098 ആണോ 89 ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ കറക്റ്റായിട്ട് ഇരുന്ന് കണ്ടുപിടിക്കുക തന്നെ വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഡെസിമൽ ഇക്വലൻ്റ് ഓഫ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4 × 8⁻1 എന്ന് വെച്ചാൽ 4/8 0.5 കിട്ടി. 0ൻ്റെ ഒന്നും ചെയ്യണ്ട. 5ൻ്റെ എന്താണ്? 5 / 512 എത്ര കിട്ടി? 0.009765625. അത് കഴിഞ്ഞിട്ട് 1 / 8⁻4 1 × 8⁻4 എന്ന് പറഞ്ഞാൽ എന്താ? 1/8⁴ എന്ന് വെച്ചാൽ 1/4096. അത് എത്രയാണ്? 0.0002441400625. ഓക്കെ, നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് ചെയ്യേണ്ടി വരുന്നത്? കാരണം ഇവിടെ 9 8ഉം ഇവിടെ 8 9ഉം ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ചൊന്ന് ചെയ്ത് തന്നെ നോക്കണം കേട്ടോ, എന്നാലേ നമുക്ക് 8 9 ആണോ 9 8 ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനലി നമുക്ക് എന്താ കിട്ടുന്നതെന്ന് അറിയോ? 0.510097652625 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 97 എന്നാണ് കിട്ടുന്നത്, 976 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 98ലേക്ക് നമുക്ക് ഉറപ്പിക്കാം. എ ആണ് ഉത്തരമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. In a half adder, the carry output is high if the inputs are. half adderൽ എത്ര ഇൻപുട്ട് ഉണ്ടാവും? 2 ഇൻപുട്ട് അല്ലേ? ഇവിടെ എന്താ 3 ഇൻപുട്ട് വന്നിട്ടുള്ളത്? ക്വസ്റ്റ്യൻ ഇസ് ക്യാൻസൽഡ്. ഇതിപ്പോൾ ചോദ്യം 00011110 എന്നായിരുന്നെങ്കിൽ ക്യാരി ഔട്ട്പുട്ട് ഹൈ ആവുന്ന എപ്പോഴാണ്? 11ലാണ് കേട്ടോ. അതാണ് ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഹൗ മെനി ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ റിക്വയർഡ് ടു കൺസ്ട്രക്ട് എ മോഡ് 32 കൗണ്ടർ? 32 കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് എത്ര സ്റ്റേറ്റുള്ള കൗണ്ടർ ഉണ്ടാക്കാം? 2⁻1 സ്റ്റേറ്റ് ഉണ്ടാക്കാം. 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിലോ 2⁻2 സ്റ്റേറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ 2 എത്രയാണ് ഈ 32 എന്നാണ് ചോദിക്കുന്നത്. മോഡ് 32 എന്ന് പറഞ്ഞാൽ 32 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഉള്ള ഒരു കൗണ്ടറിനെയാണ് മോഡ് 32 കൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ 2 എത്രയാണ് 32? 2/5 ആണ് 32. അപ്പോൾ ഹൗ മെനി ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ റിക്വയർഡ്? 5 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ റിക്വയർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The minimum number of 2-input NAND gates required for implementing a 2-input XOR gate is. അപ്പോൾ എത്ര നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു 2-input XOR ഗേറ്റ് ഉണ്ടാക്കാൻ പറ്റുക എന്നാണ് ചോദ്യം. 4 ആണ് അതിൻ്റെ ഉത്തരം. അത് പഠിക്കാൻ ഒരു ഈസി മെത്തേഡ്. അതായത് നാൻഡ് ഗേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം നോട്ട് ഗേറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു നോട്ട് ഗേറ്റ് മതി. നോർ ഉപയോഗിച്ചിട്ടാണെങ്കിലോ ഒന്ന് തന്നെ മതി. ഇനി ആൻഡ്, ഓർ, എക്സോർ, എക്സ്നോർ, നോർ, നാൻഡ്. ഓക്കെ, ഈ ഓർഡർ ഒന്ന് പഠിക്കാൻ പറ്റില്ല നമുക്ക്. ഇത് വളരെ എളുപ്പമാണ്. നമുക്കറിയാം നമ്മുടെ പ്രിസിഡൻസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് നോട്ടാണ് ആദ്യം വരിക, പിന്നെ ആൻഡ് വരും, പിന്നെ ഓർ വരും അല്ലേ. അത് കഴിഞ്ഞ് എക്സോർ വരും, പിന്നെ എക്സ്നോർ വരും, പിന്നെ വരാൻ പോകുന്നത് നോർ നാൻഡും. അപ്പോൾ ഇതൊന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ 1 2 3 4 5 എന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. 1 2 3 4 5 അങ്ങോട്ട് പഠിച്ചു വെക്കുക. നാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നോർ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ 4 ഗേറ്റ് വേണം. അതേപോലെ നാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നാൻഡ് തന്നെ വേണമെങ്കിൽ ഒരൊറ്റ ഗേറ്റ് മതി. ഇനി അടുത്തത് നോർ ഉപയോഗിച്ചുകൊണ്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 1 തന്നെയാണ്. നോട്ട് വളരെ എളുപ്പമല്ലേ. നോറാണെങ്കിലും നാൻഡ് ആണെങ്കിലും ദേ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അല്ലേ. അതേപോലെ നോറാണെങ്കിലും ഇങ്ങനെ ഒന്ന് മതി. പക്ഷേ ആൻഡ് ആണെങ്കിൽ അതെ നേരെ തിരിച്ച്. ഓക്കെ, നോറിനാണെങ്കിൽ ഓറാണെങ്കിലാണ് നോർ ഉപയോഗിച്ച് 2 ഗേറ്റ് മതി എന്ന് പറയുന്നത്. ആൻഡ് ആണെങ്കിൽ 3 ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കുക. ഈ 4ഉം 5ഉം അതേപോലെ തിരിച്ചിട്ട് കൊടുക്കുക. നോർ നാൻഡിൻ്റെയും ഇതും തിരിച്ചിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. നമ്പർ ഓഫ് നാൻഡ് ഗേറ്റ്സ് എത്ര വേണം ഓരോ ലോജിക് ഗേറ്റ്സ് ഉണ്ടാക്കാൻ, നമ്പർ ഓഫ് നോർ ഗേറ്റ്സ് എത്ര വേണം ലോജിക് ഗേറ്റ്സ് ഉണ്ടാക്കാൻ എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക.
അടുത്ത ചോദ്യം, സ്റ്റേറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് 8051 ആർക്കിടെക്ചർ. 8051 DPTR ഡേറ്റ പോയിന്റർ എത്ര ബിറ്റ് ആണെന്ന് അറിയാമോ? ആക്ച്വലി ഡേറ്റ പോയിന്റർ 16 ബിറ്റും പ്രോഗ്രാം കൗണ്ടറും 16 ബിറ്റാണ്. കാരണം എന്താ, അതിൻ്റെ അഡ്രസ് പോയിന്റർ അഡ്രസ് ബസ് എന്ന് പറയുന്നത് 16 ബിറ്റ് അഡ്രസ് ബസ്സാണ്. അപ്പോൾ പ്രോഗ്രാം കൗണ്ടറിൽ എന്താണ് ഉണ്ടാവുക, അഡ്രസ്സാണ്. അപ്പോൾ അത് 16 ബിറ്റ് തന്നെ ആയിരിക്കും. പിന്നെ ടൈമർ അതിൻ്റെ 16 ആണ്. രണ്ട് ടൈമേഴ്സും 16 ബിറ്റ് ടൈമേഴ്സാണ്. ഓക്കെ, അപ്പോൾ PC DPTR ഡേറ്റ പോയിന്ററും PC-യും അതിൻ്റെ 16 ബിറ്റാണെന്ന് ഓർത്ത് വയ്ക്കുക. ബാക്കിയൊക്കെ ടൈമറും 16 ബിറ്റാണ്, ബാക്കിയൊക്കെ 8 ബിറ്റാണ്. അപ്പോൾ ഏതാണ് ഉത്തരം? DPTR 16, PC 16, CPU 8 ബിറ്റ്, PSW എന്ന് പറയുന്ന പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് 8 ബിറ്റ്, SP എന്ന് പറയുന്ന സ്റ്റാക്ക് പോയിന്ററും 8 ബിറ്റ്. ഓക്കെ, അപ്പോൾ D is the correct answer. അടുത്ത ചോദ്യം, ആഫ്റ്റർ റീസെറ്റ് SP രജിസ്റ്റർ എന്ന് വെച്ചാൽ സ്റ്റാക്ക് പോയിന്റ് ഇനീഷ്യലൈസ് ടു അഡ്രസ്, അത് ശരിക്കും 7H-ലേക്കാണ് പോവുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് റാമിൻ്റെ 8051 റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 128 ബൈറ്റ് ആണ്. അതായത് 00 മുതൽ 7F വരെയാണ് അതുള്ളത്. 00 മുതൽ 07 വരെ ബാങ്ക് 0 ആണ്, രജിസ്റ്റർ ബാങ്ക് 0 ആണ്. ഇതിന് പറയുന്നത് നമ്മുടെ ഡിഫോൾട്ട് രജിസ്റ്റർ ബാങ്ക് എന്നാണ്. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും പ്രത്യേകിച്ച് രജിസ്റ്റർ ബാങ്ക് ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഡിഫോൾട്ട് രജിസ്റ്റർ ബാങ്കിലേക്കായിരിക്കും നേരെ പോവുക. ഓക്കെ, അപ്പോൾ അതിലെ വാല്യൂസ് ഓവർ റൈറ്റ് ആവാതിരിക്കാനാണ് സ്റ്റാക്ക് പോയിന്റർ എപ്പോഴും 7F-ലേക്ക് 07-ലേക്ക് പോയിന്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ പവർ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാക്ക് പോയിന്റർ എവിടെയാണ്? 07-ലായിരിക്കും. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബാങ്ക് 0-ൻ്റെ വാല്യൂസിനെ ഇൻട്രപ്റ്റ് ചെയ്യാതിരിക്കുകയാണ്. അപ്പോൾ അടുത്ത 08 മുതലാണ് അത് വർക്ക് ചെയ്ത് തുടങ്ങുക സ്റ്റാക്ക് പോയിന്ററിൽ. ഓക്കെ, അപ്പോൾ കാരണം എന്താ, സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ സ്റ്റാക്ക് ചെയ്ത് വെക്കാനുള്ള സംഭവമാണ്, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ പുഷും പോപ്പൊക്കെ ചെയ്യുമ്പോൾ അതറിയാലോ അല്ലേ. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, 00 മുതൽ 1FH വരെയാണ് ഈ ബാങ്കുകളുള്ളത്. ബാങ്ക് 0, 1, 2, 3 ഉണ്ട്. അതേപോലെ ബിറ്റ് അഡ്രസ്സബിൾ ആയിട്ടുള്ള 16 രജിസ്റ്റേഴ്സ് ആണ് അതിനുള്ളത്. അത് 20 മുതൽ 2F വരെയാണ് ഉള്ളത്. അതേപോലെ 80 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അത് 30 മുതൽ 7F വരെയാണ് ഉള്ളത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, വിച്ച് among the following is not a feature of RAM? റാമിൻ്റെ ഫീച്ചറേ അല്ലാത്ത എന്താണ്? അലൗസ് യൂസർ ടു യൂസ് മൾട്ടിപ്പിൾ ജിഗാബൈറ്റ്സ് ഓഫ് ഡാറ്റ. അതിനിപ്പോൾ എന്താ, മൾട്ടിപ്പിൾ ജിഗാബൈറ്റ്സ് ഓഫ് ഡാറ്റയൊക്കെ ഉപയോഗിക്കാൻ സമ്മതിക്കാറുണ്ട്. ഇറ്റ് ക്യാൻ ബി accessed by central processing unit. Yes, it can be accessed. Yes, data remains even after power supply is not present. അത് ഞങ്ങൾ കാലാകാലങ്ങളായി പഠിക്കുന്നതാണ്. റാമിൻ്റെ ഫീച്ചർ അതല്ല. ഓക്കെ, റാം എന്താണ്? വോളട്ടൈലാണ്. റാം വോളട്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താ, പവർ ഓഫായ റാമിലത്തെ ഡാറ്റയും പോകും. ഓക്കെ, നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതെവിടെയാണ് സ്റ്റോർ ആവുക? അത് ക്യാഷിലായിരിക്കും സ്റ്റോർ ആയിട്ടുണ്ടാവുക. അത് നമ്മുടെ ഇപ്പോൾ റാമിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ നമ്മൾ സേവ്ഡ് അല്ലെങ്കിൽ അത് പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോവും, തനിയെ പോവും. ഓക്കെ, അപ്പോൾ ഡാറ്റ റിമെയിൻസ് ഈവൻ ആഫ്റ്റർ പവർ സപ്ലൈ ഈസ് നോട്ട് പ്രസൻറ്റ്. നൺ ഓഫ് ദി അബവ് അല്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് കമൻറ്റിലൂടെ പറഞ്ഞു. താങ്ക് യു.